എൻ്റെ സാക്ഷ്യം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈശോയെ ഒരുപാട് സ്നേഹിക്കാനുള്ള ഒരു അവസരം എനിക്ക് ദൈവം തന്നു. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഈശോയെ ഒരുപാട് സ്നേഹിച്ചു. സങ്കീർത്തനങ്ങൾ, ബ്രദർ പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങൾ പാടി പാടി പുകഴ്ത്തി. പുലർകാലം എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പോൾ 2 മണിക്കും 3 മണിക്കും എനിക്കപ്പോൾ പേടി പോലും ഇല്ല രാത്രി. ഞാൻ അങ്ങനെ ഇറങ്ങി വേഗം കുളിച്ച് വന്നിരുന്ന് ആ സങ്കീർത്തനങ്ങൾ പാടി ആ ഒരു ടേസ്റ്റ് എനിക്ക് മറക്കാനേ പറ്റില്ല. ആ ടേസ്റ്റ് ഈ എല്ലാവരും വിശ്വാസികളായി വന്നവരെല്ലാവരും അനുഭവിക്കണം. ആ ടേസ്റ്റ് ലോകത്തിൽ ഒരു വസ്തുവിനും നമ്മൾക്ക് തരാൻ സാധിക്കില്ല. അത്രയും ആനന്ദമുള്ളതാണ് ആ ജ്ഞാനം. ദൈവത്തിൻ്റെ പുകഴ്ത്തുമ്പോൾ, അവനെ മഹത്വപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ആ ആനന്ദം എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാകുന്നില്ല. അത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുമില്ല, അത്രത്തോളം ആനന്ദമുള്ളതാണ് അത്. പിന്നെ എനിക്ക് 2 അനുഭവങ്ങളുണ്ടായത് പറയണം. ഇന്നലെ ഞാൻ രാവിലെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അങ്ങനെ എനിക്കൊരു അനുഭവം, ദൈവം എന്നെ ആ ശക്തി എന്നെ 2 കൈയും ഇങ്ങനെ ആക്കി വലിക്കുന്നത് പോലെയാണ് ഞാൻ ഇവിടെ വന്ന് നിർന്നത്. ബ്രദർ സ്തുതിപ്പ് നിർത്തിയപ്പോഴാണ് എൻ്റെ ശരീരം അവിടെ ഒതുങ്ങി നിന്നത്. അതുവരെ ആ ശക്തി എന്നെ ആ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യണത്. ആ സ്നേഹം അത് ഇപ്പോഴും വചനങ്ങൾ ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം എപ്പോഴും നിറഞ്ഞ് തുളുമ്പി എനിക്ക് സംസാരിക്കാൻ പോലും പറ്റണില്ല. അത്രയും ആനന്ദമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു അനുഭവം, കാലത്ത് ഇന്നലെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, 4 മണിക്ക് എണിച്ച് പ്രാർത്ഥിക്കണം പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ. അപ്പോൾ അത് ഞാൻ ദിവ്യകാരുണ്യ ഈശോൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് 4 മണിക്ക് എണിച്ചിരുന്ന് അതൊക്കെ സ്തുതിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഈശോ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കണം, കണ്ണടച്ചിരുന്ന് സ്തുതിച്ചിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതുപോലെ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഈശോയുടെ അടുത്ത് പരാതി പറയും. എല്ലാവരും ഈശോ പറയുന്നത് ചെവി കേട്ടു, അവിടെ കേട്ടു, ഇവിടെ കേട്ടു, എനിക്കെന്തോ ഒന്നും കേൾക്കാത്തത്. എൻ്റെ അടുത്ത് വചനത്തിൽ കൂടെ മാത്രമേ സംസാരിക്കുള്ളൂ ഈശോ. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒന്ന് സംസാരിച്ചുകൂടെ, നിൻ്റെ വാക്ക് കേൾക്കാൻ എനിക്ക് ഒരുപാട് കൊതിയില്ല, എല്ലാവരും ഇങ്ങനെ പറയണു. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ സംസാരിച്ചില്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് ഞാനിന്ന് അങ്ങനെ കണ്ണടച്ചിരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഈശോ, നീ എൻ്റെ പുത്രിയല്ലേ, നീ എൻ്റെ മാനസപുത്രിയാണ്, ഈശോ നിൻ്റെ അടുത്തുണ്ടെന്ന് നിനക്ക് വിശ്വാസം ആകണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അതോടെ വിശ്വാസമായി. ദൈവമേ നീ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞു. ഇനി ഇതിന് അപ്പുറം ഒന്നുമില്ല. പിന്നെ ഞാൻ ഇന്നലെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. ദൈവത്തിൻ്റെ പ്രാന്ത് കൂടിയിരിക്കുകയെന്നാണ് പറയണത്. ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടും. ദൈവമേ നിൻ്റെ പ്രാന്ത് കിട്ടാൻ ഞങ്ങൾ യോഗം ചെയ്യണം കർത്താവേ, നിൻ്റെ നാമം വിളിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, എന്നിട്ടും നീ എനിക്ക് തന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും എന്നും എൻ്റെ ഈശോനെ മഹത്വപ്പെടുത്തും. ഈ ജീവിതം ഞങ്ങൾ നിൻ്റെ ഈ രക്ഷ അറിയാതെ ഞങ്ങൾ പോയതാണെങ്കിൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും സ്തുതിക്കും. ദൈവമേ ഈ ജീവിതം എനിക്ക് തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല എൻ്റെ ഈശോ. അത്രയും ഞാൻ ഈശോയ്ക്കും മാതാവ് പിന്നെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടത് ചെയ്തു തരും. പിന്നെ ഒരു കാര്യം കൂടി ഞാനൊരു കുമ്പസാരം പോലെ പറയണം. ഞങ്ങൾക്ക് അതിനുള്ള അർഹതയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുപോലെ പറയണം. ഈശോനെ ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് വന്ന ആ സമയങ്ങളിൽ ഇടവഴി വെച്ചിട്ട് ഞാനിതെല്ലാം നിർത്തേണ്ടി വന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ എൻ്റെ ജീവിത പങ്കാളി കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഇന്ന് എനിക്ക് വചനത്തിൽ കൂടെ കിട്ടിയത് ഈശോ നമ്മുടെ ജന്മപാവവും മൂലപാവവും ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവ് എനിക്ക് ഇത് തന്നു. ഇതെല്ലാം അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ ചെയ്യണതൊക്കെ അന്നേ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് അതിന് കുറ്റപ്പെടുത്തുന്നതെന്നുള്ള ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അത് ബോധ്യം എനിക്ക് കിട്ടി. അതോടെ ഈ നിരാശ എന്ന ഒരു ദുർഭൂതം ഈ 5 വർഷമായിട്ട് എന്നെ കൂടിയിരിക്കുകയായിരുന്നു. നിരാശപ്പെടുത്തി ഞാൻ പിന്നെയും ദൈവമേ ഞാൻ പാവിയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. പിന്നെ അന്ന് ഞാൻ ഈശോനെ സ്നേഹിച്ചപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഞാൻ ഈശോയ്ക്ക് കൊടുത്തു. ഒരു ദിവസത്തെ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലത്തെ സാഹചര്യം കാരണം എനിക്കെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള അതും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് വരെയ്ക്ക് ഞാൻ ബ്രദറിന് 3 പ്രാവശ്യം കാണാൻ വന്നപ്പോഴും പറഞ്ഞു പ്രാർത്ഥിക്ക് പറഞ്ഞാൽ എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മുന്നേ ഞാൻ കൗൺസിലർമാരിനൊക്കെ അവരുടെ അടുത്തൊക്കെ പോയി, അച്ഛൻ്റെ അടുത്തൊക്കെ പോയി. പക്ഷെ അവർ ആശ്വാസപ്പെടുത്തും. പക്ഷേ എൻ്റെ ഉള്ളിലെ ഭാരം എനിക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. ആരോട് ഞാൻ അത് പറയുക? ഈ ജ്ഞാനം ഉപേക്ഷിച്ച ആ അവസ്ഥ ഈശോ എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് സ്വീകരിച്ച് എനിക്ക് അവനെ മഹത്വപ്പെടുത്താൻ പറ്റിയില്ലല്ലോ, തിരിച്ച് പോകേണ്ടി വന്നില്ലേ, ഞാനൊരു പാവിയാണെന്നുള്ള ആ കുറ്റബോധം എന്നെ അലട്ടിയപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ ഈ ഭാരം ഇന്നിവിടെ ഇറക്കി വെച്ചിട്ട് പോകണം, ആരെയും കുറ്റപ്പെടുത്താതെ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ഇനി അത് ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് ഈ വചനപ്രഘോഷത്തിൻ്റെ ഇടയിൽ കൂടെ
ആ നിരാശൻ്റെ കുറ്റബോധത്തിൻ്റെ ആ ദുരാത്മാവിനെ ഇല്ലാതാക്കി എനിക്ക് ഫ്രീ ആയിട്ടിപ്പോൾ എൻ്റെ ആത്മാവ് നിറഞ്ഞ് സന്തോഷത്തിൽ ജ്ഞാനം എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് തുടർന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈശോ മാനസപുത്രി എന്ന് വിളിച്ചത് ശബ്ദം കേട്ടോ? ശബ്ദമാണോ കേട്ടത്? ഹൃദയം എന്നോട് ശബ്ദമായിട്ട് പുറത്തു വന്നു. ചെവിയിലല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചത്. ബുദ്ധിന്നല്ല, ഹൃദയത്തില് ശബ്ദം. എല്ലാം എനിക്ക് ഈശോ ഹൃദയത്തിൽ കൂടെയാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ ബുദ്ധിയിൽ വന്നത് ഞാൻ കേൾക്കാറില്ല, ശബ്ദമായിട്ടാണ്. ഇങ്ങനെ ഈശോ നമ്മളോട്